ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ വിഷുവിനെടുത്ത വീഡിയോ കേട്ടോ. എൻ്റെ വിഷു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് മിക്കവാറും പോസ്റ്റ് ചെയ്യുമ്പോൾ വിഷു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു വെള്ളരിക്ക കെട്ടി തൂക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു വെള്ളരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിഷുവിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഇതെന്തിനാ കെട്ടി തൂക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വിഷുവിൻ്റെ തലേദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ തലേദിവസം തന്നെ നമുക്ക് കണി വെക്കണമല്ലോ. അപ്പോൾ കൃഷ്ണൻ്റെ ഇങ്ങനെ വിഗ്രഹം എടുത്തിട്ട് ഞാനങ്ങനെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ. കൃഷ്ണനെ മാത്രമല്ല കേട്ടോ, നമുക്ക് വിളക്കൊക്കെ വെക്കാനായിട്ട് നമ്മുടെ വിളക്കൊക്കെ തേച്ച് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെക്കണം. അതുപോലെ തന്നെ ചരാതുകളൊക്കെ പൊടി പിടിച്ച് കിടക്കായിരുന്നു, അതൊക്കെ എടുത്ത് നന്നായിട്ട് തുടച്ച് എടുത്ത് വെക്കണം. അതുപോലത്തെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ വേഗത്തിൽ തീർക്കാം കേട്ടോ. അങ്ങനെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കണി കൊള്ളാനായിട്ടുള്ള കണിക്കന്നിയാണ്. ഇതിപ്പോൾ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇവിടെയൊക്കെ നിറച്ച് കൊഴിഞ്ഞ് തീർന്നു എല്ലാവരും. പിന്നെ കാലത്ത് തന്നെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയോ പോയി പൊടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, കണിക്കൊന്ന് മാത്രം പോരല്ലോ കണി വയ്ക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മത്തങ്ങ ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാം ഇത്തിരി വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാണ്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളിത് പടക്കൊക്കെ പൊട്ടിക്കാനായിട്ട് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. പൊന്നിനിൽ ഏതാ വേണ്ടേ? ഇപ്രാവശ്യം നമ്മൾ മാത്രമല്ല കേട്ടോ വിഷുവിന്, ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. ആദും മണിയൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ഒരു വിഷുവിൻ്റെ അന്നാ വരാറ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ വന്നാലും റിച്ചും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അതിന് എത്ര എണ്ണം കത്തിക്കും? ആരണോ? എത്ര എണ്ണം ചേട്ടന് കൊടുക്കും? ആർക്കൊക്കെ കൊടുക്കും? ഇപ്പോൾ അത്യാവശ്യത്തിന് അന്തരീക്ഷം ഇരുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഇരുട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കത്തിച്ചൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? അങ്ങനെ ഗംഭീരമായ പടക്കം പൊട്ടിക്കലിനൊക്കെ ശേഷം ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കണി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കാൻ പോണത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു രാത്രി ഒരു 10 മണിക്ക് കഴിഞ്ഞപ്പോഴാട്ടോ നമ്മളിതൊക്കെ സെറ്റാക്കണത്. രാത്രിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് റിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഒരു വിധം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നമ്മൾ തിരിയൊക്കെ ഇട്ട് വെക്കാം. ഇനി വെളുപ്പിന് എനിക്കൊന്നും ബുദ്ധിമുട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെരാതിലൊക്കെ തിരിയിട്ട് വെച്ച് ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. എല്ലാം പണിയും കഴിഞ്ഞപ്പോൾ അതേ റിച്ചുകുട്ടൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഇനി നമുക്ക് വെളുപ്പിന് കാണാം. മെയിൻറ്റ് നമ്മൾ കണിയൊക്കെ കണ്ടുട്ടാ. കണി കാണാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കിട്ടിയില്ല. ഒരു ഹാപ്പി വിഷു പറയണേൽ ഇവിടെ ഇനി ഒരു പ്രസക്തിയില്ല. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എന്തായാലും വിഷു കഴിയും. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷുവിൻ്റെ കാലത്ത് നമുക്ക് നല്ല തിരക്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ. അപ്പോൾ വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കണമായിരുന്നല്ലോ. അപ്പം അമ്മയും ഞാനൊക്കെ അടുക്കളയിൽ തന്നെയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാക്കിയുള്ള നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്ക് കേട്ടോ. നമ്മുടെ വിഷുക്കട്ട നമ്മളിതിങ്ങനെ ഇലയിലിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നല്ല കട്ടയായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ടുള്ള പാട്ടിലേക്ക് അടക്കാം. വിഷു കൈനീട്ടാണല്ലോ വിഷുവിന് മെയിൻ. അപ്പോൾ റിച്ചിനൊക്കെ ഉണ്ട് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാം കേട്ടോ. അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്കൊന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും കൂടുമ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ഞാൻ അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ അതിനുശേഷം ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിഷുക്കട്ടൊക്കെ കഴിച്ചു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വലിയച്ഛനും വലിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്ന പടക്കം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ പൊട്ടിച്ച് നമ്മൾ ആഘോഷിക്കും. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളും കാര്യങ്ങളും നല്ല തകൃതിയായിട്ട് നടന്നു. വലിയച്ഛനും വലിയമ്മയും അമ്മയും അച്ഛനും എല്ലാവരുമായിട്ട് നമ്മൾ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും ഇതുപോലെ വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് തന്നെ വിചാരിക്കണു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വിഷു വ്ളോഗ്. ഞാനിവിടെ വെച്ച് അങ്ങോട്ട് നിർത്താണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക, ആഘോഷിച്ചു എന്ന് തന്നെ വിചാരിക്കണു. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.